ബ്രിക്സ് രാജ്യങ്ങളുടെ 17ാമത് ഉച്ചകോടി ബ്രസീലിൽ നടന്നതിനു പിന്നാലെ നിരവധി തവണയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ചില നിലപാടുകൾക്കെതിരെ US പ്രസിഡന്റ് രംഗത്തെത്തിയത്. തങ്ങളുടെ രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്കെതിരെയും US സൈനിക വ്യാപാര നയങ്ങൾക്കെതിരെയും ബ്രിക്സ് ഏകകണ്ഠമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് തന്റെ ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ്. 6 രാജ്യങ്ങൾ ചേരുന്ന ബ്രിക്സിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവരെ ശക്തമായാണ് താൻ നേരിട്ടത് എന്ന് ട്രംപ് പറയുന്നു. ഗൗരവതരമായ ലക്ഷ്യങ്ങളോടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയായി മാറാനും US-നെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ബ്രിക്സിനെ വേഗത്തിൽ അവസാനിപ്പിക്കാനുമുള്ള നടപടി സ്വീകരിക്കുമെന്നും US-നോട് കളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഡോളറിന്റെ സ്ഥാനത്തെയും അമേരിക്കയെയും തകർക്കാനാണ് ബ്രിക്സ് കൂട്ടായ്മ രൂപം കൊണ്ടതെന്ന ആരോപണം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഡോളറിന്റെ ആഗോള കരുതൽ കറൻസി എന്ന പദവി സംരക്ഷിക്കുവാൻ താൻ പ്രതിജ്ഞാബദ്ധനെന്നും US-ൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി സൃഷ്ടിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും ട്രംപ് പറയുന്നു. അതേസമയം ബ്രിക്സ് കൂട്ടായ്മ അമേരിക്കയ്ക്കെതിരാണെന്ന ട്രംപിന്റെ വാദം ബ്രിക്സ് നേതാക്കൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ ഇറാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ബ്രിക്സ് കൂട്ടായ്മ വിപുലീകരിച്ചിരുന്നു.